എൻ്റെ പേര് ശാരദ. ഞാനിവിടെ ഒരു കഥ പറയാൻ പോവുകയാണ്. ശ്രീകൃഷ്ണൻ്റെ കുചേലനായിട്ടുള്ള കഥ എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാനൊന്ന് പറയാൻ പോവാമെന്ന് ഓർമ്മിപ്പിക്കാം. അങ്ങനെ കുഞ്ഞുനാളിലെ ശ്രീകൃഷ്ണനും കുചേലനായിട്ട് ഗാന്ധി ഗുരുകുലത്തിൽ പഠിക്കാൻ പോയപ്പം രണ്ടുപേരുടെ ഭയങ്കര കൂട്ടുകാരായിരുന്നു. അങ്ങനെ ഒരു പത്നി ഇച്ചിരി അവരും പൊതിഞ്ഞ് കൊടുത്തിട്ട് പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യേ, ഇവിടെ വിറവില്ല, നിങ്ങൾ അവിടെ പോയി വിറവൊക്കെ തള്ളി പറിക്കൊണ്ട് വന്ന് പറഞ്ഞിട്ട് കുചേലനും കൃഷ്ണനും കൂടെ കാട്ടിപ്പോയി. അങ്ങനെ കാട്ടിപ്പോയപ്പോൾ മഴയൊക്കെ വന്നപ്പം രണ്ടുപേരും കൂടെ ഓടി ഒരു മരത്തിൻ്റെ ചോട്ടി ചെന്നപ്പം രണ്ട് വഴിയിലായിപ്പോയി. അങ്ങനെ ഒരു മരത്തിൻ്റെ ചോട്ടി ചെന്ന് അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ കുചേലന് വിശന്നപ്പോൾ എല്ലാം അവിടെ നിന്ന് ആഴ്ചങ്ങ് തിന്നു. കുറച്ച് കഴിഞ്ഞപ്പം കൃഷ്ണനും വിശന്ന് എന്നോ ഓടി അവിടെ വന്നു. അപ്പം നിശ്ചിതമാവി നമുക്ക് വിശക്കുന്നല്ലോ, നമ്മൾ ഒത്തിരി അവലും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, അത് നമുക്ക് കഴിക്കാം. അയ്യോ അത് ഭഗവാനെ, ഞാനതങ്ങ് കഴിച്ചു പോയല്ലോ. സാരമില്ല പോട്ടെ. അങ്ങനെ അവർ പുഴുതിയൊക്കെ പുറത്ത് ഇടിയും മഴയെല്ലാം ആയി പുഴുതിയൊക്കെ പുറത്ത് രണ്ടും വന്ന് കെട്ടിപ്പിടിച്ച് ഭയങ്കര കൂട്ടുകാരായി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്കൊക്കെ പോയി രണ്ടുപേരും കല്യാണമൊക്കെ വെച്ച് അങ്ങനെ താമസിച്ചു. അങ്ങനെ ഒരു ദിവസം കുചേലന് തോന്നി, ഭഗവാനെ ഒന്ന് പോയി കണ്ടാലെന്താ? ശരി, അപ്പം അമ്മ ഒരു കാര്യം ചെയ്യാം, കാര്യം എടുത്തിട്ട് ഞാനേ കുചേലന് ഭഗവാനെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. അത് എന്നാലൊരു കാര്യം ചെയ്യണം, നിങ്ങൾ പിന്നെ ഇച്ചിരി പോകുമ്പോഴേ ഞാൻ ഇച്ചിരി അവര് തന്നു വിടാം, എന്തെങ്കിലും കാഴ്ച വയ്ക്കാൻ കൊണ്ട് കൊടുക്കണ്ടായോ. അങ്ങനെ അപ്പോൾ പറഞ്ഞ് 2-3 വീട്ടിൽ പോയി 3 വീട്ടിൽ നെല്ല് വെച്ച് അവരിടിച്ച് ഭഗവാനെ കൊടുക്കാനായിട്ട് ഒരു പിന്നെ കുചേലൻ്റെ ഭാര്യ പിന്നെ കുചേലൻ്റെ കൈ കൊടുത്തു. അങ്ങനെ അതുകൊണ്ട് പോയി. അങ്ങനെ കുറേ നടന്ന് ദൂരെ അങ്ങ് പോയി അങ്ങ് ചെന്ന് ദ്വാരകയിൽ ചെന്നപ്പം കണ്ട കാഴ്ചയൊക്കെ ഭയങ്കര അതിശയമായി പോയി. അങ്ങനെ അവിടെ ചെന്നപ്പം ഭഗവാൻ ദൂരെ കണ്ട് കുചേലൻ വരുന്നത്. അങ്ങനെ ഓടിച്ചെന്ന് കെട്ടി അങ്ങ് പിടിച്ച് അവിടെ വന്നൊക്കെ മെത്തെ കൊണ്ടങ്ങ് ഇരുത്തിയിട്ട് പറഞ്ഞ്, ഭഗവാനെ എൻ്റെ സുഖം തന്നെയല്ലേ യശോദാമാവി? ആണല്ലോ. എങ്ങനെയൊക്കെ ഭാര്യയൊക്കെ നമ്മൾ പറഞ്ഞനുസരിക്കുന്ന ഭാര്യയൊക്കെയാണോ? നമ്മളോടൊക്കെ ഇഷ്ടമുള്ളതാണോ? എങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു? ആണല്ലോ. അങ്ങനെ പറഞ്ഞ് എന്തപ്പം എന്താ കൊണ്ടുവന്നേ? അങ്ങനെ നാണിച്ച് ഈ വീടും കെട്ടിടവും എല്ലാമൊക്കെ കണ്ട വണ്ടിയൊക്കെ അങ്ങ് ഭയങ്കര ഇതായിപ്പോയി. എങ്ങനെ ഇത് കെടുത്ത് കൊടുക്കും? അങ്ങനെ പിന്നെ കച്ചത്തിരിക്കുന്ന ഒളിച്ചു വെച്ചിരുന്ന കുചേലൻ അതിൻ്റെ കച്ചത്തിരിക്കുന്ന അവല് കൃഷ്ണനങ്ങ് എടുത്ത് തിന്നപ്പം രുക്മിണി ഓടി വന്ന്, ഭഗവാനെ ഇത് ഒരു പിടി തിന്ന്, രണ്ടാമത്തെ പിടി വായിച്ചപ്പോൾ എല്ലാം ഇവിടുന്ന് അങ്ങ് പോകുമല്ലോ, അതുകൊണ്ട് മതി എല്ലാം ആയിട്ടുണ്ട് എന്നും പറഞ്ഞ് അവരങ്ങ് പേടിച്ച് അങ്ങനെ അവർ രണ്ടുകൂടെ ഒരുപാട് നേരം കാര്യമെല്ലാം പറഞ്ഞിരുന്ന് അവരിനി പോരുന്നില്ല. അങ്ങനെ ഇനി വീട്ടിലോട്ട് വരുമോ, ഭഗവാനെ ഞാനൊന്നും ഭഗവാനെ കണ്ട സന്തോഷം കൊണ്ട് ഞാൻ ഒന്നും ചോദിച്ചില്ല. എൻ്റെ മക്കളും ഭാര്യയൊക്കെ വലിയ വിഷമത്തിലാണ്, ഒരു നേരമെങ്കിലും കിട്ടുമെന്നും പറഞ്ഞ് ഞാൻ ഭഗവാനെ കാണാൻ വന്നേ. കണ്ട സന്തോഷം കൊണ്ട് ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ. എങ്ങനെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ എന്തോ അവരോട് പറയും. അങ്ങനെ പോയ വഴി കണ്ട് നിന്ന് അവിടെ ചെന്നപ്പം ദേവലോകം പോലെ ഭഗവാൻ കുചേലൻ്റെ വീട് കൃഷ്ണൻ്റെ വീട് പോലെ അങ്ങ് ദ്വാരക പോലെ ആയി. കാരണം ആശ്ചര്യം, ഇത് ഭഗവാന്റെ മായ. ഞാനിതൊന്നും ഭ്രമിക്കത്തില്ല, എനിക്ക് ഭഗവാന്റെ മായ ഇതെല്ലാം. അങ്ങനെ കണ്ട് ഭഗവാനോടൊക്കെ വീണ്ടും ഭഗവാനെ എന്നുള്ളൊരു ചിന്തയായി പോയി. നമസ്കാരം, നന്ദി.